തോമസ്, പാർട്ടി സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരണം തേടി എന്നുള്ള വാർത്തകളെ അഭ്യൂഹങ്ങളെയൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സുജയപാർവതി, സാധാരണ CPM-ന്റെ സംഘടനാ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഘടനാ തലത്തിൽ അന്വേഷിക്കും, വിശദീകരണം തേടും. ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ടവരോട് വിശദീകരണം തേടി തുടർ നടപടിയാണ് സംഘടനാ തലത്തിൽ സ്വീകരിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അതായത് നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്, അതിൽ EP ജയരാജൻ പങ്കെടുക്കുമെന്നും അതിൽ വിശദീകരണം തേടുമെന്നും തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ EP ജയരാജന്റെ ഈ പുസ്തകം പരിശോധിക്കാനും അത് തയ്യാറാക്കാൻ വേണ്ടി സഹായം ഒരു വിശ്വസ്തനായ പത്രപ്രവർത്തന സഹായം തേടുന്നു. EP ജയരാജൻ ഇന്നലൊക്കെ തന്നെ ആവർത്തിച്ചിരുന്നു. ആ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ ദേശാഭിമാനി ബ്യൂറോ ചീഫ് ആയിരുന്ന രഘുനാഥാണ്. അദ്ദേഹത്തോടും CPM പാർട്ടി തലത്തിൽ വിശദീകരണം തേടുന്ന തരത്തിൽ വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ അതൊക്കെ തന്നെ പാടെ നിഷേധിക്കുകയാണ്. EP ജയരാജനോട് വിശദീകരണം തേടേണ്ട സാഹചര്യമില്ല, EP ജയരാജൻ തന്നെ അക്കാര്യങ്ങൾ പാലക്കാട് വിശദീകരിക്കുമെന്ന് പറയുന്നു. അതിന് പിന്നാലെയാണ് EP ജയരാജൻ പാലക്കാട് വിശദമായ വാർത്താ സമ്മേളനം നടത്തുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പാലക്കാട് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ EP ജയരാജൻ വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ അതിലെല്ലാം അപ്പുറത്ത് CPM-ന്റെ സംഘടനാ രീതി വെച്ച് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി ചർച്ച ചെയ്യും, EP ജയരാജനിൽ നിന്ന് വിശദീകരണം തേടും. ഒപ്പം തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ പറയുന്ന EP ജയരാജന്റെ വിശ്വസൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകരിൽ നിന്നും പാർട്ടി സ്വാഭാവികമായിട്ടും വിശദീകരണം തേടും. കാരണം പാർട്ടി പത്രത്തിന് ബ്യൂറോ ചീഫാണ്. അതുകൊണ്ട് പാർട്ടി തലത്തിലുള്ള വിശദീകരണങ്ങളും ഒക്കെ തേടിക്കൊണ്ടായിരിക്കും തുടർ നടപടി പാർട്ടി സ്വീകരിക്കുക. പക്ഷേ ഈ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി ബാക്കി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പാർട്ടി സെക്രട്ടറി കൂടി EP-യോട് വിശദീകരണം തേടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തനോട് വിശദീകരണം തേടി എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വിവാദം ഒന്നും കൂടി ആളിക്കത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു കരുതൽ നടപടി എന്ന തലത്തിലാണ് ഈ EP ജയരാജൻ വിവാദത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ ഇങ്ങനൊരു നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കരുതലോടെയുള്ള പ്രതികരണം MV ഗോവിന്ദനിൽ നിന്ന് നമ്മൾ കാണുന്നു. ഇനിയിപ്പോൾ പൊതുപരിപാടിയിൽ എന്താണ് EP പറയാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. സാനിയ മനോമി, ഡോക്ടർ P. സരിന് ഇതുവരെ ഇല്ലാത്ത തരം വിശേഷണങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ മറ്റ് നേതാക്കൾ പറയാത്ത തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഇന്ന് EP ജയരാജൻ പാലക്കാട്ട് വന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിൽ ആരൊക്കെ ഉണ്ടാകും? ഡോക്ടർ P. സരിന് വേണ്ടി EP വോട്ട് തേടുമ്പോൾ ഇന്നലെ ആ പുസ്തകത്തിൽ എഴുതിയതായി, അല്ലെങ്കിൽ EP-യുടെ വാക്കുകളായി പുറത്തു വന്നതെല്ലാം റദ്ദ് ചെയ്യപ്പെടുകയല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് എത്രത്തോളം LDF-നും സരിനും ഗുണകരമാകും? സാനിയു. സുജയ, അതായത് ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ജില്ലാ നേതൃത്വം, പാലക്കാട്ടെ ജില്ലാ നേതൃത്വം എത്രയും പെട്ടെന്ന് പരിപാടി നടത്തണമെന്ന് സംസ്ഥാന സമിതിയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അടുത്ത ദിവസങ്ങളിലായിരുന്നു പാലക്കാടേക്ക് EP ജയരാജന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് നേരത്തെ ആക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായത്. കാരണം ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അതിന് പെട്ടെന്ന് തന്നെ EP വന്ന് മറുപടി പറയണം എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കാനും കാരണമായത് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു നിർബന്ധം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്താ സമ്മേളനം വിളിക്കേണ്ട കാര്യമുണ്ട് എന്ന് EP കരുതിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ പാലക്കാട് ജില്ലാ നേതൃത്വം അത് ആവശ്യപ്പെടുകയും അങ്ങനെ EP നിർബന്ധിതനാവുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വൈകിട്ട് 5 മണിക്കാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് EP-യുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഊതിക്കാച്ചിയ പൊന്നാണ് സരിൻ എന്ന് തന്നെയായിരിക്കും EP ഇപ്പോഴും പറയാൻ പോവുക എന്നുള്ളതാണ്. അതായത് പുസ്തകത്തിൽ അവസരവാദി എന്നൊക്കെ അത് EP വിളിച്ചതാണോ നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോലും പുസ്തകത്തിൽ അവസരവാദി എന്നൊക്കെ ഉണ്ടെങ്കിലും ആ പറഞ്ഞതിനെയൊക്കെ റദ്ദ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇന്നത്തെ EP-യുടെ പ്രസംഗം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വാർത്താ സമ്മേളനത്തിൽ പുകഴ്ത്തിയത്. ഉത്തമനായ ചെറുപ്പക്കാരനാണ്, പാലക്കാടിന് ലഭിച്ച മികച്ച സ്ഥാനാർത്ഥിയാണ് സരിൻ നിസ്വാർത്ഥ സേവകനാണ്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും യോഗ്യനായ അർഹനായ സ്ഥാനാർത്ഥിയാണ് സരിൻ എന്നൊക്കെയാണ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമായി എനിക്ക് തോന്നിയത് സ്വതന്ത്രർ പാർട്ടിക്ക് വയ്യാവേലിയല്ല. അദ്ദേഹം എഴുതിയ വാചകത്തിന്റെ നേരെ എതിർവാചകം അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉത്തമൻ എന്ന് വിളിക്കുന്നതും വിശാല മനസ്സിന്റെ ഉടമയെന്ന് വിളിക്കുന്നതിനും ഒക്കെ അപ്പുറം സ്വതന്ത്രർ പാർട്ടിക്ക് വയ്യാവേലിയല്ല എന്ന വാചകം ഇന്ന് EP-യിൽ നിന്ന് വരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു. അക്കാര്യത്തിൽ പാർട്ടി വിജയിക്കുകയല്ലേ? അത് തീർച്ചയായും ആ വാക്കുകൾ അങ്ങനെ തന്നെ പറയിച്ചതാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സ്വതന്ത്ര പാർട്ടിക്ക് വയ്യാവേലിയാണെന്ന തരത്തിൽ EP എഴുതിയിരുന്നു. അപ്പോൾ കൃത്യമാണ് ആ വാചകങ്ങൾ, സ്വതന്ത്ര പാർട്ടിക്ക് വയ്യാവേലിയല്ല എന്ന തരത്തിലേക്ക് വളരെ കൃത്യമായിട്ടാണ് ആ വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സരിൻ കുറച്ചുകൂടി ഉഷാറാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും EP ജയരാജൻ പറയുക. പൊതുപരിപാടിയിലും EP ജയരാജൻ പറയുക. പൊതുപരിപാടിയിൽ സരിൻ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സരിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരിക്കും EP ജയരാജന്റെ പ്രസംഗവും പുകഴ്ത്തലും ഒക്കെ എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു ദൃശ്യവും കൂടി നമുക്ക് എന്തായാലും 5 മണിക്ക് കാണാം. പ്രേക്ഷകരിലേക്ക് നമുക്ക് തത്സമയം ആ ദൃശ്യങ്ങൾ എത്തിക്കാം. സാനിയ മനോമി.